മനുഷ്യന്മാരുടെ കഴിവുകൾ ഭൗതികമായി വ്യത്യാസപ്പെടുന്നത് പോലെ ആത്മീയമായും വ്യത്യാസപ്പെടുകയും ചെയ്യും. ഇതെല്ലാം തന്നെ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഈ ഭൗതികമായും ആത്മീയമായും മനുഷ്യനുള്ള കഴിവുകൾ വളരെ വ്യത്യാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് പ്രധാനമായി മനസ്സിലാക്കാനുള്ളത് ഇത് മരണശേഷം ഉണ്ടാകുമോ എന്നതാണ്. മനുഷ്യന്മാർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവ്, ആ എത്ര കഴിവുള്ളത് കഴിവ് ഏറ്റവ്യത്യാസം വരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ പ്രധാനമായി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇത് മരണശേഷം നടക്കുമോ എന്നതാണ്. മരണശേഷം മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റുമോ? അത് പറ്റില്ല എങ്കിൽ, മനുഷ്യന്മാർക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റില്ല, കേൾക്കാൻ കഴിയില്ല, മരണശേഷം ഇനി ഒന്നുമില്ല എന്നാണെങ്കിൽ പിന്നെ ആ സഹായാഭ്യർത്ഥന ഒരു പാഴ്വേലയാണ് എന്നേ വരൂ. എന്നല്ലാതെ അതുകൊണ്ട് ശിർക്കൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ മരണശേഷം അവർക്ക് ആ കഴിവുകൾ, ആ പ്രത്യേകമായ കഴിവുകൾ നിലനിൽക്കുന്നു എന്നത് വസ്തുതയാണ്. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചതാണ്. മനുഷ്യന്റെ കഴിവ്, മനുഷ്യന്റെ നൂറ്, ആത്മീയമായ കഴിവ് അവന്റെ ഇബാദത്തിലൂടെ, ത്വാഅത്തിലൂടെ വളർന്ന് വളർന്ന് ശരീരമാസകലം നൂറാനിയായി മാറുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. അതെല്ലാം വളരെ കൃത്യമായ തെളിവുകളിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരിക്കുകയും ചെയ്തു. പല ഉദാഹരണങ്ങളും അതിന് പറയുകയും ചെയ്തു. ഇനി മരണശേഷം ഇതിന്റെ അവസ്ഥ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജാസിയയിൽ ഒരു ആയത്ത് കാണാം. ആ ആയത്തിൽ, അതിന്റെ മുമ്പ് നാം മനസ്സിലാക്കേണ്ടത് മരിച്ചവർ കേൾക്കുമോ കേൾക്കുകയില്ലയോ എന്നൊരു വിഷയമുണ്ട്. മരിച്ചവർ കേൾക്കുമോ കേൾക്കുകയില്ലയോ? കേൾക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾ അതിന് തെളിവായി വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ എടുത്തുദ്ധരിക്കാറുണ്ട്. അതെന്താണ് ആയത്ത്? ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉസ് സുമ്മ ദുആ എന്നിങ്ങനെ തുടങ്ങി. ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊന വൽ മൗത യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ എന്ന്. ഫഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉസ് സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمن فهم مسلمون إن الله يسمع من يشاء وما أنت بمسمع من في القبور എന്നൊക്കെ ഉള്ള ആയത്തുകളാണ് അതിന് തെളിവായി ഉദ്ധരിക്കുന്നത്. എന്നാൽ ഇത് വ്യക്തമായി മരിച്ചവർ കേൾക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്നും, അതുകൊണ്ട് അതിനെതിരിൽ ഇനി വല്ല ഹദീസുകളിലോ മറ്റോ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിരാകരിക്കേണ്ടതാണ് എന്നുമാണ് ആ പക്ഷത്തിന്റെ വിശദീകരണം. എന്നാൽ അത് തീർത്തും കണ്ണടച്ചിരുട്ടാക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഒരിക്കലും ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് മരിച്ചുപോയ ആളുകൾ, ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞു പോയ ആളുകൾ, അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നല്ല ആ പറഞ്ഞിട്ടുള്ളത്. അത് ആ ഖുർആനിന്റെ തന്നെ ആ ആയത്തുകൾ വിവരിക്കുന്ന, ആ ആയത്തുകൾ വന്നിട്ടുള്ള ഈ അർത്ഥത്തിലുള്ള ആയത്തുകളുടെ അപ്പുറവും ഇപ്പുറവും, അതിന്റെ സിയാക്കും സിബാക്കും, അതിന്റെ മുൻഭാഗവും പിൻഭാഗവും ഇതൊക്കെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണമായി നിങ്ങൾ നോക്ക്, ഈ ആയത്തുകളൊക്കെ എന്തിനിറങ്ങിയതാ? ഈ ആയത്തുകളൊക്കെ എന്തിനാണ് ഇറങ്ങിയത്? എന്തായിരുന്നു ആ ആയത്തുകളുടെ അവതാര ലക്ഷ്യം? അത് ഇറങ്ങിയത് കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത്? തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണാം, വഹാദിഹിൽ ആയാതു നസലത്ത് തസ്ലിയതൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ സമാധാനിപ്പിക്കുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ
ഈ മക്ക മുശ്രിക്കീങ്ങളെയും മറ്റുമൊക്കെ ദീനിലേക്ക് ക്ഷണിക്കുകയും അതിന് അവർ ഉത്തരം ചെയ്യാതെ പിന്തിരിഞ്ഞു പോകുന്നതും കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത മനോവേദന അനുഭവപ്പെടാറുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞല്ലോ, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ മുശ്രിക്കുകൾ ഇത് സ്വീകരിക്കാതെ, ഇതിന് ഉത്തരം ചെയ്യാതെ, മറുപടി വിശ്വസിക്കാതെ പോകുന്നത് കാണുമ്പോൾ തങ്ങൾക്ക് വല്ലാത്ത ദുഃഖം അനുഭവപ്പെടുന്നത് കൊണ്ട്, മനോവേദന അനുഭവപ്പെടുന്നത് കൊണ്ട് അതിൽ തങ്ങൾ അങ്ങനെ ദുഃഖിക്കേണ്ടതൊന്നുമില്ല. അവരെ കേൾപ്പിക്കാൻ അവര് വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് തങ്ങൾ എന്താവേണ്ടതില്ല, ദുഃഖിക്കണ്ട. അത് കേൾപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കാത്ത ആളുകൾ കേൾക്കില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നബിയെ സമാധാനിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് തഫ്സീറുകളിൽ കാണുന്നുണ്ട്. അതിന്റെ മുമ്പും ശേഷവുമുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനും കഴിയും, മനസ്സിലാക്കാനും കഴിയും. എന്താണ്? സൂറത്തുൻ നംലിൽ 80 ആയത്ത്, 79 80 ആയത്തുകൾ, ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉസ് സുമ്മദ് ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ വമാ അൻത ബിഹാദിൽ ഉംയി അൻ ളലാലതിഹിം ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ ഫഹും മുസ്ലിമൂൻ എന്ന്. അതാണ് ഒരായത്ത്. ഇത് കണ്ടം തുണ്ടം എടുത്തിട്ട് നമ്മൾ പറയുമ്പോൾ, ആളുകൾ പറയുമ്പോൾ അതിന്റെ ശരിയായ രൂപം ഒന്ന് അപ്പുറപ്പുറം നോക്കിയാൽ ശരിക്കും വ്യക്തമായി നമുക്ക് മനസ്സിലാവും അതല്ല ആ ആയത്തിൽ പറയുന്നത് എന്ന്. നോക്കൂ നിങ്ങൾ, ഇന്നക ലാ തുസ്മിഉൽ മൗത, സൂറത്തുൻ നംലിലെ 80 ആയത്താണ്. ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ തങ്ങൾ കേൾപ്പിക്കുകയില്ല. വലാ തുസ്മിഉ, തങ്ങൾ കേൾപ്പിക്കുകയില്ല. അസുമ്മ, ചെവിപൊട്ടന്മാരെ. അദ്ദുആ, വിളി കേൾപ്പിക്കാൻ കഴിയുകയില്ല. ഇദാ വല്ലൗ മുദ്ബിരീൻ, അവർ പിന്തിരിഞ്ഞു പോയാൽ. വമാ അൻത ബിഹാദിൽ ഉംയി അൻ ളലാലതിഹിം, കണ്ണുപൊട്ടന്മാരെ, അന്ധന്മാരെ ഹിദായത്താക്കാനും തങ്ങൾക്ക് കഴിയുകയില്ല. ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു, ഇങ്ങനെ ഇവരൊന്നും കേൾപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പറഞ്ഞ ആളുകളെ ഒന്നും കേൾപ്പിക്കാൻ കഴിയില്ല, അവരൊന്നും ഹിദായത്താക്കാൻ കഴിയില്ല. മരിച്ചവരെയും ചെവിപൊട്ടന്മാരെയും അന്ധബധിരന്മാരെ ഒന്നും നന്നാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു മൂകന്മാരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ, തങ്ങൾ കേൾപ്പിക്കുന്നത്, അതിന് നേരെ എതിര് പിന്നെ പറയാണ്. ഇവരെ കേൾപ്പിക്കാൻ കഴിയില്ല, പിന്നെ തങ്ങൾക്ക് ആരെയാണ് കേൾപ്പിക്കാൻ കഴിയുക? ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ കൊണ്ട് വിശ്വസിക്കുന്ന മോമിനീങ്ങളെ മാത്രമേ കേൾപ്പിക്കാൻ കഴിയുള്ളൂ. ഫഹും മുസ്ലിമൂൻ, അപ്പോൾ അവർ മുസ്ലിമീങ്ങളാണ്. അങ്ങനത്തെ ആളുകളെ മാത്രമേ കേൾപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പോ ഇവര് പറയുന്നതിനനുസരിച്ച് മരിച്ചവര് കേൾക്കില്ല എന്നാണ് ഇതിന്റെ അർത്ഥം വെച്ചെങ്കിൽ മരിച്ചവരിൽ നിന്ന് മോമിനീങ്ങൾ കേൾക്കുന്നല്ലേ ആയത്തിന്റെ ബാക്കി പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, മരിച്ചവരൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല, പക്ഷെ തങ്ങൾ കേൾപ്പിക്കുക ആരെയാണ്? അവരിൽ നിന്ന് മോമിനീങ്ങളെ. അവരിൽ നിന്ന് സ്ഥിതിനായിട്ടാണല്ലോ ഈ പറയണത്. അതിന് ഇവരെ ഒന്നും കേൾപ്പിക്കില്ല, മറിച്ച് തങ്ങൾക്ക് ഇവരെയാണ് കേൾപ്പിക്കാൻ കഴിയുക. നേരെ വാക്കിന്റെ അർത്ഥം മരിച്ചവരെ കേൾപ്പിക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമെങ്കിൽ അതിന് നേരെ അതിന്റെ അവസാനം, ആയത്തിന്റെ അവസാനം പറയുന്നത് പിന്നെ തങ്ങൾക്ക് ഇവരെ കേൾപ്പിക്കാൻ പറ്റില്ല, മറിച്ച് ഇങ്ങനെയുള്ള ആളുകളെ കേൾപ്പിക്കാൻ പറ്റുള്ളൂ. അതാരാ? മുഅ്മിനീങ്ങളാണ്. അപ്പൊ മുഅ്മിനീങ്ങൾ മരിച്ചാലും കേൾപ്പിക്കാൻ പറ്റുന്നതായിരിക്കും ആ നിലക്കാണെങ്കിൽ വരിക. വാസ്തവത്തിൽ അതല്ല അവിടുത്തെ അർത്ഥം. അവിടുത്തെ അർത്ഥം എന്താണ്? ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ മുന്നത്തെ കാര്യങ്ങൾ, അതിന്റെ മുന്നത്തെ ആയത്തുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വഇന്നഹു ലഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഇന്ന റബ്ബക യഖ്ളി ബൈനഹും ബിഹുക്മിഹി വഹുവൽ അസീസുൽ അലീം ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖ്ഖിൽ മുബീൻ. തങ്ങൾ ഇവര് പോകുന്നതിൽ, ഇവര് വിശ്വസിക്കാത്തതിൽ, സ്വീകരിക്കാത്തതിൽ തങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. അത് തങ്ങളുടെ കുഴപ്പം, തങ്ങളുടെ പ്രബോധനത്തിന്റെ വീഴ്ചയൊന്നും അല്ല. തങ്ങൾ അള്ളാഹുവിന്റെ മേൽഭാരം ഏൽപ്പിച്ചോളൂ. ഇന്നക അലൽ ഹഖ്ഖിൽ മുബീൻ, മുബീനായ യഥാർത്ഥ ഹഖിന്മേലാകുന്നു തങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ടാണ് പിന്നെ ഇത് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആയത്തുകൾ തങ്ങൾ അള്ളാഹിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ദൗത്യം നിർവഹിച്ചോളൂ, തങ്ങളുടെ ദൗത്യത്തിൽ യാതൊരു കുഴപ്പവുമില്ല,
പിന്നെ എന്ന് പറഞ്ഞിട്ട് മരിച്ചവർ കേൾക്കില്ല എന്ന് പറയുന്നത് എന്താ ബന്ധം? മരിച്ചുപോയവർ കേൾക്കില്ല എന്ന് പറയുന്നതും ഇതും തമ്മിൽ എന്താ ബന്ധം? അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഈ വിഷയത്തിൽ എന്താ സമാധാനം വരുന്നത്? തങ്ങളുടെ ദുഃഖത്തിന് സമാധാനമായിട്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങിയതെന്ന് പറയുന്നു. എങ്കിൽ ആ തങ്ങളുടെ ദുഃഖത്തിന്റെ സമാധാനം മരിച്ചവര് കേൾക്കില്ല എന്നതും തങ്ങളുടെ ദൗത്യം വിജയിക്കുന്നില്ല, ആളുകൾ കേൾക്കുന്നില്ല എന്നതും, എന്ന് വെച്ചാൽ ജനങ്ങൾ കുറെ ആളുകൾ കേൾക്കാതെ പോകുന്നു എന്നതും തമ്മിൽ എന്താ ബന്ധം? അപ്പോ അതല്ല അതിന്റെ അർത്ഥം. ഒരു തന്റെ ഇടമുള്ള വ്യക്തിക്കും ഖുർആനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കും അങ്ങനെ വെക്കാൻ കഴിയില്ല. അങ്ങനെ പണ്ഡിതന്മാരാരും നൽകിയിട്ടുമില്ല അർത്ഥം. മറിച്ച് അതിന്റെ അർത്ഥം എന്താണ്? തങ്ങൾ ദുഃഖിക്കേണ്ട. ഇതുപോലെ മറ്റു ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, സൂറത്ത് റൂമിലും മറ്റൊക്കെ കാണാൻ കഴിയും. തങ്ങൾ ഈ വിഷയത്തിൽ ദുഃഖിക്കേണ്ടതില്ല. അവരെ കേൾപ്പിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മൗത്ത എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാഫിരീങ്ങളെയാണ്. അവിടെ മൗത്ത എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്യുന്ന ഈ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന അബൂജഹൽ അടക്കമുള്ള ഈ കാഫിരീങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെ കേൾപ്പിക്കാൻ തങ്ങൾക്ക് കഴിയില്ല. കാരണം ഇൻഷാ അല്ലാഹ് രണ്ട് രൂപത്തിൽ നമുക്ക് വിവരിക്കാൻ കഴിയും. അവരെ കേൾപ്പിക്കാൻ കഴിയില്ല, അതിന്റെ പേരിൽ തങ്ങൾ ദുഃഖിക്കണ്ട. അത് കേൾക്കേണ്ടവർ കേട്ടുകൊള്ളും, അവരതിന് ഉത്തരം ചെയ്യും, അല്ലാത്തവർ കേൾക്കുകയുമില്ല. തങ്ങൾ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചോളൂ എന്നാണ് ഈ പറയുന്നത്. അപ്പൊ കാഫിരീങ്ങൾ എന്ന്, സത്യനിഷേധികൾ എന്ന് ഈ ആയത്തിന് എങ്ങനെ അർത്ഥം ലഭിക്കുന്നു? അള്ളാഹുവിന്റെ ഇൽമിൽ കാഫിറായിട്ടുള്ള ഒരു നിലക്കും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ സംബന്ധിച്ച് എന്തുകൊണ്ട് മൗത്ത എന്ന് പറഞ്ഞു? അവരെ സംബന്ധിച്ച് എന്തുകൊണ്ട് മൗത്ത എന്ന് പറഞ്ഞു? വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരായത്താണ്, വിഷയമാണിത്. നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സാധാരണ പ്രവർത്തകരുണ്ടല്ലോ, അവർക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സംശയം തോന്നും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ എന്താ പറയുന്നത്? മൗത്ത എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടെ വിവക്ഷിക്കുന്നത് ഈ കാഫിരീങ്ങളെ. ഈ കാഫിരീങ്ങൾ എന്ന് നിലയ്ക്ക് എങ്ങനെയാണ് അവരെ ഉദ്ദേശിച്ചത്? അത് രണ്ട് രൂപത്തിലാണ്, രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, മൗത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ ആരാകുന്നു? ഹൃദയം ചത്ത ആളുകളാകുന്നു. ഹൃദയത്തില് ആ ഫിത്രത്തിന്റെ നൂറ്, ആ ഫിത്രത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന, നമ്മൾ മുന്നേ വിവരിച്ചല്ലോ അസ്ലിയായ ഒരു നൂറുണ്ട് എന്നും, ആ നൂറ് പോലും കെട്ടുപോയ ആളുകളാണ്. അത് മുഴുവനും ഇരുളിച്ചു പോയ ആളുകളാണ്. പിന്നെ ഈ നൂറുൻ അലാ നൂറ് അങ്ങോട്ട് കടക്കില്ല. ഹിദായത്ത് നൂറുൻ അലാ നൂറാണ്. ആ അസിൽ നൂറുള്ളിടത്തേക്ക് അത് ചെല്ലുള്ളൂ. അപ്പോൾ അവര് ഹൃദയം ചത്ത ആളുകളാണ്. ഹൃദയത്തിനൊരു റൂഹുണ്ട്. അത് ഈ അസില്, ഈ നൂറ്, ആ ഹിദായത്ത് സ്വീകരിക്കാനുള്ള ആ പക്വത, ആ പാകത ആ ശരീരത്തിന്, ഹൃദയത്തിന് ഉണ്ടാവലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞത് വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ എന്നാണ്. റൂഹൻ, ഈ ഖുർആനെ സംബന്ധിച്ച് പറയുന്നത് റൂഹാണ്. റൂഹാൻ, ഈ എന്റെ അമ്രിൽ നിന്ന്, നമ്മുടെ അമ്രിൽ നിന്നുള്ള റൂഹിനെ വഹി നൽകിയെന്നാണ്. അതെന്താണ് ആ റൂഹ്? ഈ ഇതിനെ സ്വീകരിക്കാവുന്ന ഹൃദയത്തിന്റെ ആത്മീയമായ ആ രംഗത്തെ, അതിന് ജീവൻ നൽകുന്ന ആ ആത്മാവിന്, ജീവന്റെ ജീവൻ, ആ ആത്മാവിന്റെ ജീവൻ, അതാണ് ഹിദായത്ത്. അതിനുള്ളതാണ് ഖുർആൻ. ആ ഖുർആൻ സ്വീകരിക്കണമെങ്കിൽ അസ്ല്, അതിന്റെ ആ അസ്ല് ഖനിക അവിടെ ഉണ്ടാവണം. അത് കെട്ടുപോയവർക്ക്, ആ അലസ്തു ബി റബ്ബിക്കുമിന്റെ ആ അസ്ല് കെട്ടുപോയവർക്ക് പിന്നെ അത് സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ റൂഹിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. ആ അർത്ഥത്തിൽ ഹിദായത്തിന്റെ ആ ജീവൻ നഷ്ടപ്പെട്ട ശവങ്ങളാണ്, ഹൃദയം ചത്ത ശവങ്ങളാകുന്നു അവർ. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു എന്ന് ഹിദായത്ത് കിട്ടിയവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ആ അസല്, ഇതിന് നിർജീവമായി കിടന്നിരുന്ന ആളുകൾ, അവർ ആ നിർജീവമായി കിടന്നിരുന്നതിന് പിന്നെ നാം ഹയാത്ത് നൽകി. വജഅൽനാ ലഹു നൂറൻ, എന്നിട്ട് നാം നൂറും നൽകി എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ പിന്നെ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരിൻ, സൂറത്ത് യാസീൻ.
ഹയ്യായ ആളുകൾക്ക് ഇൻസാറ് നൽകാൻ, ഹയ്യായ ആളുകൾക്ക് ഇൻസാറ് നൽകാൻ, ജീവനുള്ള ആളുകൾക്ക് അവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഈ ഖുർആൻ. വയഹിഖൽ ഖൗലു അലൽ അംവാത്ത് എന്ന് പറയേണ്ട സ്ഥാനത്ത് അലൽ കാഫിരീൻ. അവർ കാഫിരിങ്ങാണ്, ഹയ്യിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോ ആ കുഫർ കൊണ്ട് ഹൃദയത്തിന്റെ എല്ലാവിധ ജീവനുള്ള സാധ്യതകളും കെട്ടുപോയ ആളുകൾ, അവരെ ഹിദായത്താക്കാൻ, അവരെ കേൾപ്പിക്കാൻ, അവരുടെ ആ മനസ്സിന്റെ ആ നൂറ് കെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ സുമ്മും ആണ് ബുക്കുമും ആണ്. അവർ കേൾക്കുകയുമില്ല, കാണുകയുമില്ല. സത്യത്തെ കാണാൻ ഉള്ള നൂറ് പിന്നെ അവർക്കില്ല, സത്യത്തെ കേൾക്കാനുള്ള പ്രകാശം അവർക്കില്ല, അതൊന്നും അവർക്കുണ്ടാവുകയില്ല. അപ്പൊ അവരെ കേൾപ്പിക്കാൻ, അവരെ വഴി നടത്താനും തങ്ങൾക്ക് കഴിയുകയും ഇല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കണ്ടോ? അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ പിന്നെ മൗത്ത എന്ന് പറഞ്ഞാൽ മൗത്തൽ ഖുലൂബ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ല എങ്കിൽ, പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ, മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതല്ല എങ്കിൽ രണ്ടാമതൊരർത്ഥം, ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞാൽ ഇത് തശ്ബീഹാണ് എന്ന്. തശ്ബീഹാണെന്ന് പറഞ്ഞാൽ സാമ്യപ്പെടുത്തുക. ആരോട്? ഈ ഹൃദയം ചത്ത ആളുകളെ, ഈ കുഫർ കൊണ്ട് അവരുടെ ഹൃദയം മൂടപ്പെട്ട ആളുകളെ, ഖത്മ്, ഒരിക്കലും സത്യം സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ആ രൂപത്തിലേക്ക് ഹൃദയം കറുത്തിരുണ്ടുപോയ ആളുകളെ തുലനം ചെയ്യുന്നു. ആരോട്? സാമ്യപ്പെടുത്തുന്നു ചത്തുപോയ, ജീവൻ നഷ്ടപ്പെട്ട ആളുകളോട്. അങ്ങനെയാണ് ആ പറഞ്ഞത് എന്ന്. അപ്പോ ഈ കാഫിരീങ്ങൾ, അപ്പോഴും അവിടെ ഉദ്ദേശം കാഫിരീങ്ങളാണ്. കാഫിരീങ്ങളെ ആരോട് തുലനം ചെയ്തു? കാഫിരീങ്ങളെ ജീവൻ നഷ്ടപ്പെട്ട നിർജീവികളായ അംവാത്തിനോട്, ശവങ്ങളോട്, ജഡങ്ങളോട് തുലനം ചെയ്തിട്ടാണ് ആ പറഞ്ഞത്. ഇവർ അവരെ പോലെയാണ്, അപ്പൊ കേൾപ്പിക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം. അപ്പോ സംശയം കൂടുതലാവുകയാണ്. ആദ്യം പറഞ്ഞ രൂപത്തിൽ സംശയം പോയി, രണ്ടാമത്തെ രൂപത്തിലോ സംശയം കൂടുതൽ വരും ചിലപ്പോ നമ്മുടെ ആളുകൾ. കാരണം എന്താ? ഈ ഒരാള്, ഒരു വ്യക്തി, അബൂബക്കർ എന്ന വ്യക്തി ചന്ദ്രനെ പോലെ പ്രകാശമുള്ളവനാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ സൂര്യനെ പോലെ പ്രകാശമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ സിംഹത്തെ പോലെ ധീരനാണ് എന്ന് പറഞ്ഞാൽ, സിംഹത്തെ പോലെയുള്ള ആ വ്യക്തി എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഏത് വിഷയത്തിലാ? ധീരതയുടെ വിഷയത്തിലാണെങ്കിൽ ഈ ധീരത ഇവനിലും വേണം, അവനിലും വേണം. ആരിലും വേണം? ആരെയാണോ നാം തുലനം ചെയ്യുന്നത് അത് മുഷബ്ബഹ്, അതിലും ഉണ്ടാവണം. ആരോടാണ് തുലനം ചെയ്യുന്നത്? അത് സിംഹത്തിൽ കുറച്ച് കൂടുതൽ ഉണ്ടാവണം, കുറച്ച് ശക്തിയിൽ. അപ്പോഴല്ലേ നമ്മൾ അതിനോട് തുല്യപ്പെടുത്തുക. അങ്ങനെയാണല്ലോ. ഇത് കൂടുതൽ ഉള്ളതും അതോടൊപ്പം കൂടുതൽ അറിയപ്പെട്ടതും, ഒന്നുപോലെ കൂടുതൽ വ്യക്തമായത്, ആ നിലക്ക് കൂടുതലായാലും മതി. അതല്ലെങ്കിൽ വിഷയം തന്നെ, ഈ എന്ത് വിഷയത്തിലാണോ തുലനം ചെയ്യുന്നത് ആ വിഷയം അവരിൽ കൂടുതൽ ഉണ്ടാവുക, ഒന്നുപോലെ അതിന്റെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ വ്യക്തതയിൽ കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ വണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുക, എങ്ങനെയും കൂടുതൽ വേണം. അപ്പോ ഈ കേൾക്കുകയില്ല എന്ന വിഷയത്തിൽ ഈ മക്ക മുശ്രിക്കീങ്ങളെ, അല്ലെങ്കിൽ അതുപോലെയുള്ള മുശ്രിക്കീങ്ങളെ, കാഫിരീങ്ങളെ ഈ അംവാത്തിനോട് തുലനം ചെയ്യുമ്പോൾ അംവാത്തും കേൾക്കില്ല എന്ന് വരില്ലേ എന്ന് ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം. അങ്ങനെ വരില്ല, മറിച്ചാ വരിക, അവരും കേൾക്കുന്നാണ് വരിക. ഈ ആയത്ത് മറിച്ചാണ് വരുന്നത്. അവര് ഈ മക്ക മുശ്രിക്കീങ്ങളെക്കാളും കേൾക്കും എന്നാ വരിക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഈ കാഫിരീങ്ങളെ നാം തുലനം ചെയ്യുന്ന, അള്ളാഹു തുലനം ചെയ്യുന്നത് ആരോട്? മരിച്ചുപോയ ആളുകളോട്, ജീവൻ നഷ്ടപ്പെട്ട ജഡങ്ങളോട്, നിർജീവികളോട്. എന്ത് വിഷയത്തില്? അത് ശ്രദ്ധിക്കണം. എന്ത് വിഷയത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാഫിരീങ്ങളെ വിളിച്ചപ്പോ, നിങ്ങൾ അള്ളാഹുവിലേക്ക് വരൂ എന്ന് അവരെ വിളിക്കുമ്പോൾ, നിങ്ങൾ അള്ളാഹുവിലേക്ക് വരൂ എന്ന് അവരെ ദഅവത്ത് ചെയ്യുമ്പോൾ ആ ദഅവത്ത് അവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? കേൾക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. പക്ഷെ കേട്ടതിന് മറുപടി പറയുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല. അതല്ലേ സംഭവിച്ചിട്ടുള്ളൂ, അങ്ങനല്ലേ പറ്റുള്ളൂ.
ഈ ചെവി പൊട്ടന്മാര് എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടനല്ല, അവര് കേൾക്കുന്നുണ്ട്, പക്ഷെ അതിലത്തെ സത്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ മുത്ലഖ് സമാഇലല്ല ഈ തശ്ബീഹ്, വെറും കേൾക്കുക എന്ന വിഷയത്തിലല്ല ഇവിടെ സാമ്യപ്പെടുത്തുന്നത്, മറിച്ച് എന്തിലാവണം? കേട്ടിട്ട് ഫലം ചെയ്യുന്നില്ല എന്നുള്ള വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ സകല മുഫസ്സിരീങ്ങളും ഐഫി അദമിൽ ഇന്തിഫാഇ, കണ്ടോ, ഫലല്ല കേൾക്കും. ആ കേൾക്കും മുത്ലഖുസ് സമാഅ് കാഫിരീങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ആർക്കുണ്ട്? കബറാളികൾക്കുണ്ട്. അപ്പൊ കേൾക്കുന്നുണ്ട്, രണ്ടു കൂട്ടരും കേൾക്കുന്നുണ്ട്. പക്ഷെ ഖബറാളികൾക്ക് തിരിച്ചിങ്ങോട്ട് നമ്മെ തിരിച്ച് കേൾപ്പിച്ച് അതിന് മറുപടി പറയാൻ സാധാരണഗതിയിൽ കഴിയുന്നില്ല. ആ പോലെയാണ് ആരും കാഫിരീങ്ങളും. തങ്ങൾ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അവർ കേൾക്കുന്നുണ്ട്, തങ്ങൾ ഇന്നി റസൂലുള്ളാഹ് എന്ന് പറയുന്ന അവർ കേൾക്കുന്നുണ്ട്. കേട്ടാ പിന്നെ അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാണ് അവർ ചെയ്യേണ്ടത്. അതവർ ചെയ്യുന്നില്ല. അദമിൽ ഇന്തിഫാഇ വ അദമിൽ ഇജാബത്തി എന്നാണ്. അപ്പോ അസ്ല് കേൾവിയിൽ മക്ക മുശ്രിക്കീങ്ങളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, റസൂലുള്ളാഹി വളരെ ദഖീഖായ ഒരു വിഷയമാണ് ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക്. പക്ഷെ ശ്രദ്ധിച്ച വളരെ മുന്നേ ശ്രദ്ധിക്കാത്ത ആളുകളാണെങ്കിൽ ദഖീഖായിട്ട് തോന്നും, പക്ഷെ മനസ്സിലായത് വളരെ കൃത്യമായ പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലിന്റെ മുഖത്ത് നോക്കി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എങ്ങനെ അബൂജഹൽ കേൾക്കുന്നുണ്ടോ അതിലും നന്നായിട്ട് ഖബറാളികൾ കേൾക്കുന്നുണ്ട്, മരിച്ചവർ കേൾക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ അബൂജഹലിനും അബൂലഹബിനും അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് എത്രമാത്രം ഫലപ്പെടാതെ പോകുന്നുവോ ആ വിഷയത്തിൽ ആ ഖബറാളികൾ ഫലപ്പെടാതിരിക്കുന്നതിൽ അത് ഇതിലും മുന്നിലാകുന്നു. ഇതാണ് വന്നത്. ഇത്രേ വരുള്ളൂ. അപ്പൊ കേൾക്കില്ല എന്നതിന് ഒരിക്കലും തന്നെ ഈ ആയത്തിനെ എടുത്തു ധരിക്കാൻ ഭൂമിയിൽ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്കും സാധ്യമേ അല്ല. അടിവരയിട്ട് മനസ്സിലായിക്കോളും. മുഴുവൻ മുഫസ്സിരിങ്ങളും വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോയതൊന്നുമല്ല. ഫി അദമിൽ ഇന്തിഫാഇ അല്ലാത്തൊരു തഫ്സീർ കാണിച്ചു തരാൻ പറ്റും ആർക്കെങ്കിലും? സാധ്യമല്ല. മുഴുവൻ മുഫസ്സിറും പറഞ്ഞു ഫി അദമിൽ ഇന്തിഫാഇ എന്നാണ്. ഇന്തിഫാഇല്ല, അദമിൽ ഇജാബത്തി. ഈ അർത്ഥം വാക്കുകൾ വ്യത്യാസം ഉണ്ടാവുന്ന മാത്രം. ഇതാണ് ആ പറഞ്ഞതും സാധാരണ അംവാത്തിനെ സംബന്ധിച്ചാണ്. സാധാരണ അംവാത്ത് പോലും കേൾക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഏതൊരു മയ്യത്തും കേൾക്കുന്നുണ്ട്, അത് കാഫിറും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖലീബില് മക്ക മുശ്രിക്കീങ്ങൾ ബദറിൽ കൊല്ലപ്പെട്ടിട്ട് ഖലീബിൽ കൊണ്ടുപോയിട്ടപ്പോൾ, ആ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടപ്പോ കിട്ടേണ്ടത് കിട്ടിയില്ലേ, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി, എനിക്ക് എന്റെ റബ്ബ് വാഗ്ദാനം ചെയ്തത് ആ നസ്റും സഹായവും വിജയവും എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടില്ലേ എന്ന് റസൂലുള്ള ചോദിക്കുകയാണ് അവരോട്. അപ്പൊ ഉമർ റളിയല്ലാഹു സംശയം ചോദിക്കുക, ഈ മരിച്ചവരോട് പറഞ്ഞാലേ അവർ കേൾക്കുമോ? അപ്പൊ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ പോയിന്റാണ് പറഞ്ഞത്. വജ്ഹുശബഹ് മുശബ്ബഹ് ബിഹിയിൽ കൂടുതൽ ഉണ്ടാകും. ഈ പോയിന്റ് പറഞ്ഞു, മാ അൻതും ബി അസ്മഅ മിൻഹും, അവരെക്കാൾ കൂടുതൽ കേൾക്കുന്ന ആളുകളല്ല നിങ്ങള്. ഏറ്റവും ചുരുങ്ങിയത് സമാണെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പടി കൂടുതൽ അവരാണ്. അങ്ങനെയല്ലോ അള്ളാഹ് പറഞ്ഞത്. ഇവരങ്ങട്ടാണല്ലോ സാമ്യാക്കിയത്. അതുകൊണ്ട് കേൾക്കുന്നുണ്ട് ലാകിന്നഹും ലാ യുജീബുൻ, ഉത്തരം ചെയ്യാൻ പറ്റുന്നില്ല. ഫി അദമിൽ ഇജാബത്തി ഫി അദമിൽ ഇന്തിഫാഇ. അവരുദ്ധരിക്കുന്ന ആയത്ത് യഥാർത്ഥ വിശകലനത്തിൽ അവർക്ക് നേരെ, അവർ എന്തൊരു വിഷയത്തിന് ഉദ്ധരിക്കുന്നു അതിന് നേരെ എതിരാണ്. യഥാർത്ഥത്തിൽ നാം പഠിച്ചതിനാണ് അത് തെളിവ്. നമ്മുടെ ഉലമാവ് പറഞ്ഞതിന് ശരിക്കും ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഒരു വസ്തുതയാണ്. ഇത് എല്ലാവർക്കും ഉള്ളതാ. ഇങ്ങോട്ട് പറയാൻ പറ്റില്ല എന്നുള്ളത്, പറയാൻ പറ്റാത്ത വിധത്തിലുള്ള മറുപടി പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കേൾവി ഉണ്ട് എന്നത് അത് എല്ലാ അംവാത്തിനും പൊതുവായ അവസ്ഥയാണ്. എന്നാൽ അതിൽ നിന്ന് മറ്റുള്ളവർ ഒഴിവാണ്, ഔലിയാക്കൾ ഒഴിവാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ശേഷം തെളിവുകൾ ഉദ്ധരിക്കാം. ഇതിന് ഒരുപാട് ഹദീസുകളും മറ്റൊക്കെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1-2 പ്രധാനപ്പെട്ട ഉദ്ധരണി ഞാൻ ഉദ്ധരിക്കാം. അതൊക്കെയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട
ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹിൽ, മറ്റു പലതിലും ഉണ്ട്. കിതാബുർ റൂഹിൽ വളരെ വ്യക്തമായ ഇബാറത്തുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഉദ്ധരിക്കുന്നത്. കിതാബുർ റൂഹിൽ ഇബ്നുൽ ഖയ്യിം പറയാം, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ പറയാൻ, വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, ഇങ്ങനെ മരിച്ചവർ കേൾക്കും എന്ന വിഷയം ചർച്ച ചെയ്തിട്ട് ആ മരിച്ചവർ കേൾക്കാതിരിക്കാൻ പറ്റില്ല, ഒരുപാട് തെളിവുകൾ അതിനുണ്ട്. എന്നിട്ട് ആ തെളിവുകൾ കുറെ കണ്ട് എടുത്തു ഉദ്ധരിച്ചിട്ട് പിന്നെ അദ്ദേഹം പറയാണ് എന്തെന്ന്, പിന്നെ അദ്ദേഹം പറയാണ് വസ്സലഫു മുജ്മിഊന, സലഫു സാലിഹീങ്ങൾ ഇജ്മാ ആണ്, ഏകാഭിപ്രായക്കാരാണ്, അലാ ഹാദാ, ഈ പറഞ്ഞതിന്റെ പേരിൽ മരിച്ചവർ കേൾക്കും എന്നതിന്റെ മേൽ ഇജ്മാ ഉണ്ട്. വഖദ് തവാതറത്തിൽ ആസാറു അൻഹും, ഒരുപാട് അസറുകൾ വന്നിട്ടുണ്ട് ആ സലഫിനെ തൊട്ട്. അതിനു മുന്നേ ഹദീസുകളും ആയത്തുകളൊക്കെ മുമ്പ് ഉദ്ധരിച്ചു. പിന്നെ പറയണ സലഫ്, മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല, ഇജ്മാ ആണ്. അതിൽ ഒരുപാട് അസറുകൾ ഈ സലഫിനെ തൊട്ട് വന്നിട്ടുണ്ട്. ബി അന്നൽ മയ്യത യഅരിഫു സിയാറത്തൽ ഹയ്യി ലഹു വയസ്തബ്ശിറു ബിഹി, ഹയ്യ് ജീവനുള്ള ആളുകൾ ഇവിടെ ബാക്കിയുള്ളവർ സിയാറത്ത് ചെയ്യുന്നത് അറിയുകയും അതിന്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്യും എന്ന് ഒരുപാട് അസറുകൾ അവർ തൊട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തെളിവുകൾ അദ്ദേഹം ഉദ്ധരിച്ചു. എന്നിട്ട് പിന്നെ അതേ വിഷയം തന്നെ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ, ഒരു മിനിറ്റ് നോക്കട്ടെ, ഫതാവ ജുസ് 4 295 മുതൽ 99 വരെ നോക്കിയാൽ വളരെ വിശദമായി പറയുന്നുണ്ട്. എന്ത്, മരിച്ചവര് കേൾക്കും, ജസ്മ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക, അതിലൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ചില ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഇതിനെതിര് തോന്നുന്ന ഒരു ഉദ്ധരണി എടുത്ത് ഉദ്ധരിച്ച് അതിനു മുമ്പൊരു മറുപടി കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അത് ശരിയല്ല. മാത്രമല്ല ആയിഷ ബീവി തന്നെ ആ അഭിപ്രായത്തിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്, കേൾക്കുമെന്ന അഭിപ്രായത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയും ഫത്ഹുൽ ബാരി ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, ഇനി അഥവാ ആയിഷ ബീവിക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടാൻ പറ്റില്ല. മറ്റുള്ള സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും സലഫു സാലിഹിന്റെ മുഴുവനും അഭിപ്രായം അതല്ല, നസ്സും സരീഹാണ് കേൾക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, വന്നസ്സു സഹീഹു, സഹീഹായ നസ്സ്, സഹീഹായ ഹദീസിൽ വന്ന കൃത്യമായ തെളിവ് കേൾക്കുമെന്ന് പറഞ്ഞത് അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖദ്ദമുൻ അലാ തഅവീലി മൻ തഅവല, റസൂലുള്ളാഹിയുടെ സഹാബിമാരിൽ ചിലർ ഇങ്ങനെ തഅവീൽ ചെയ്തു, അതായത് ആയിഷ ബീവി ഇങ്ങനെ തഅവീൽ ചെയ്തു. എങ്ങനെ, ആ കേൾക്കുമെന്ന് പറഞ്ഞത് ആ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല, ആ പറഞ്ഞതിന്റെ അർത്ഥം അത് അവിടെ അവര് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നതൊക്കെ ശരിയാണെന്ന് ഇപ്പൊ അവര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നേ അതിന് അർത്ഥം ഉണ്ടാവുള്ളൂ എന്ന് ആയിഷ ബീവി ഒരു വ്യാഖ്യാനം കൊടുത്തു. ആ വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ മഹദി മടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തന്റെ ഫത്ഹിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മടങ്ങിയിട്ടില്ല എങ്കിൽ തന്നെയും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം അല്ല സ്വീകരിക്കേണ്ടത്, ഖുർആനും ഹദീസും വ്യക്തമായി പറഞ്ഞതിനെയാണ് ഈ തഅ്വീലിനേക്കാളും മുൻഗണന നൽകി സ്വീകരിക്കേണ്ടത് എന്ന് വലൈസ ഫിൽ ഖുർആനി മാ യൻഫി ദാലിക, അങ്ങനെ കേൾക്കും എന്നതിനെ നിഷേധിക്കുന്ന ഒരൊറ്റ തെളിവും ഖുർആനിലില്ല. ഫഇന്ന ഖൗലഹു തആല ഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്ന് പറഞ്ഞതുകൊണ്ട് അതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊക്കെ അയാളും വിവരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണത്. ഇതിപ്പോ സാധാരണ മരിച്ച ആളുകളുടെ കാര്യത്തിലാണ്, സാധാരണ അംവാത്തിന്റെ കാര്യത്തിലാണ്. എന്നാൽ മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാര് കേൾക്കുകയും ചെയ്യും, പ്രതികരിക്കാനും കഴിയും. കേൾക്കുകയും ചെയ്യും, അവർ പ്രതികരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അവരുടെ മഹത്വത്തിനനുസരിച്ച് സാധാരണ ഒരു മുഅ്മിനോട് സലാം പറഞ്ഞാൽ അവർ സലാം മടക്കും. അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ സലാം പറഞ്ഞാൽ അവർ സലാം മടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ നിന്ന് സലാം പറഞ്ഞാലും ശരി, അത് റസൂലുള്ള കേൾക്കുകയും റസൂലുള്ള അതിന് മറുപടി പറയുകയും ചെയ്യും. അതൊക്കെ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യവുമാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ മുന്നിലുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഇത് വ്യക്തമായി പറയുന്നുണ്ട്, ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. സൂറത്ത് സ്വാദില് സൂറത്ത്
സൂറത്ത് ജാസിയ 21-ാമത്തെ ആയത്ത്, അം ഹസിബല്ലദീന ജ്തറഹുസ്സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സവാഅൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ എന്നുണ്ട്. സത്യനിഷേധികള് ചിന്തിക്കുന്നു അവരെ നാം സത്യവിശ്വാസികളെ പോലെ ആക്കുമെന്ന്, അവര് രണ്ടുപേരെയും ഒരുപോലെ ആക്കുമെന്ന് അവരെങ്ങനെ വിചാരിക്കുന്നുവോ? അതൊരു തെറ്റിദ്ധാരണയാണ്, വ്യാമോഹമാണ്. അങ്ങനെ വിചാരിക്കണ്ട. സവാഅൻ മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും സമമാണ് എന്നിരിക്കെ, അവരുടെ ജീവിതവും മരണവും സമാണ്, അവരുടെ ജീവിതവും മരണവും സമമാകുന്നു എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? സവാഉൻ അല്ലെങ്കിൽ സവാഅൻ സമമായ നിലയിൽ, മഹ്യാഹും അവരുടെ ജീവിതം, വമമാതുഹും അവരുടെ മരണവും സമമാകുന്നു എന്ന്. ഈ ആയത്ത് നമ്മുടെ പണ്ഡിതന്മാര് സാധാരണ എടുത്തുദ്ധരിക്കാറുണ്ട്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാം, അങ്ങനെയല്ല അതിന്റെ അർത്ഥം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ ചിലര് വിചാരിക്കും എന്നാ പിന്നെ അങ്ങനെ ഇരിക്കുന്നു വിചാരിച്ചിട്ടും ഉണ്ടാതിരിക്കും. യഥാർത്ഥത്തിൽ കൃത്യമായി മനസ്സിലാക്കിയ വളരെ കൃത്യമായ തെളിവാണത്. ഒന്ന്, ഈ ആയത്തിന് പ്രധാനമായി 2 തഫ്സീറാണുള്ളത്. മൂന്നാമത്തെ ഒരു തഫ്സീറും ഉണ്ട്. അത് മൂന്നും എതിരല്ല, മൂന്നും പരസ്പര പൂരകങ്ങൾ തന്നെയാണ്, ഒന്നൊന്നിനെതിരല്ല. അപ്പൊ മൂന്നും ശരിയാ. ഒരു തഫ്സീർ, സവാഅൻ മഹ്യാഹും എന്നുള്ള ലമീർ, ആ സർവനാമം എങ്ങോട്ടാ മടങ്ങുന്നത്? അത് സത്യവിശ്വാസികളിലേക്ക്. ഹും എന്ന ലമീർ സത്യവിശ്വാസികളിലേക്കാണ് മടങ്ങുന്നത്. ആ സത്യനിഷേധികൾ, തെണ്ടിത്തരങ്ങൾ ചെയ്ത, തെമ്മാടിത്തരങ്ങൾ ചെയ്ത ആളുകൾ വിചാരിക്കുന്നുവോ അൻ നജ്അലഹും, അവരെ നാം ആക്കുമെന്ന്, കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, ആമനു വഅമിലുസ്സാലിഹാത്തി ആയ ആളുകളെ പോലെ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്ത ആ ആളുകളെ പോലെ ആക്കുമെന്ന് വിചാരിക്കുന്നുവോ? എന്നാൽ ആ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളുടെ അവസ്ഥ എന്താ? സവാഅൻ മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും സമമാകുന്നു ആ നിലയിൽ. ജീവിതവും മരണവും സമമാവുന്നു ആ നിലയിൽ. എന്താ അതിന്റെ അർത്ഥം? തഫ്സീർ ബൈളാവി അതിന്റെ അർത്ഥം വിവരിക്കുന്നത്, അൻ യകൂന ഹയാത്തുഹും വമമാതുഹും സിയൈനി ഫിൽ ബഹ്ജത്തി വൽ കറാമത്തി കമാ ഹുവ ലിൽ മുഅ്മിനീന. സത്യനിഷേധികൾ വിചാരിക്കുന്നുവോ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ജീവിതത്തെ നാം മുഅ്മിനീങ്ങളുടെ ജീവിതം പോലെ ആക്കും, അല്ല അവരെ നാം മുഅ്മിനീങ്ങളെ പോലെ ആക്കും എന്ന് വിചാരിക്കുന്നുവോ? എന്താണ് മുഅ്മിനീങ്ങൾക്ക് ഉള്ളത്? അവരുടെ ജീവിതവും മരണവും സമമാണ്, അവർക്കുള്ള പ്രഭയിലും പ്രതാപത്തിലും വൽ കറാമത്തി, അള്ളാഹു നൽകുന്ന സകല ആദരവുകളിലും. അള്ളാഹു ദുനിയാവിൽ എന്തെല്ലാം ആദരവ് അവർക്ക് നൽകുന്നു അതൊക്കെ ആഖിറത്തിലും ഉണ്ടാകും അവർക്ക്. ദുനിയാവിൽ എന്തെല്ലാം പ്രഭ അവർക്ക് നൽകുന്നുവോ അതൊക്കെ അവർക്കുണ്ടാകും. ദുനിയാവിൽ അവരുടെ കൈകാലുകൾ നൂറാനിയായിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ശക്തിയിൽ നൂറാനിയായി നിലനിൽക്കും. അവരുടെ ശരീരം നൂറാനിയായിട്ടുണ്ടെങ്കിൽ അതിൽ അങ്ങനെ തന്നെ നിലനിൽക്കും. എന്തെല്ലാം കറാമത്തുകളും പ്രഭയും ശോഭയും അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടോ അതൊക്കെ അവർക്ക് മരണശേഷം നിലനിൽക്കുന്നു. ആ വിഷയത്തിൽ അവർ സമമാകുന്നു. ഈ വിഷയത്തിൽ ഇവരെ പോലെ അവരെ ആക്കുന്നു അവർ വിചാരിക്കുന്നു. എന്ത് പണ്ടത്തെ അവർ വിചാരിക്കുന്നത് എന്ന്. ഇതൊരു വ്യാഖ്യാനം. ഇത് ബൈളാവി വിവരിച്ചിട്ടുണ്ട്. വേറെ ഒരു തഫ്സീർ, വേറെ ഏകദേശം ഈ മാന അബു സുഊദിൽ നോക്കിയാലും കാണും. ഇനി വേറെ ഒരു തഫ്സീർ, റാസി, തബരി, ഖുർത്തുബി പോലെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തഫ്സീർ. അതെന്താണ്? ആ ഹും എന്നുള്ള ദമീർ രണ്ടിലേക്കും കൂടിയാണ്. രണ്ടിലേക്കും കാഫിരീങ്ങളെയും മുഅ്മിനീങ്ങളുടെയും ജീവിതവും മരണവും സമമാണ് എന്ന്. കാഫിരീങ്ങളുടെയും സമമാണ്, ജീവിതവും മരണവും സമമാണ്, മുഅ്മിനീങ്ങളുടെയും ജീവിതവും മരണവും സമമാകുന്നു എന്ന്. മനസ്സിലാകുന്നുണ്ടോ? ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ആദ്യം പറഞ്ഞത് ഹും എന്ന ലമീർ മുഅ്മിനീങ്ങളിലേക്ക് മാത്രമാണ് മടങ്ങുന്നത്. അവർ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ ജീവിതവും മരണവും സമമാണ്. ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല. ഹും എന്ന ലമീർ രണ്ടിലേക്കുമാണ്. ഇവരെ രണ്ടു കൂട്ടരെയും, മുഅ്മിനീങ്ങളെയും കാഫിറെ, ആ മൊത്തം ജനങ്ങളെ അവരുടെ ജീവിതം മരണവും സമമാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം?
അതാണ് ചിലപ്പോ പറയാം അവിടെ ലമീർ മുഅ്മിനീങ്ങളിലേക്കൊന്നും അല്ല, അത് രണ്ടിലേക്കുമാണ്. അങ്ങനെയാണ് ഖുർത്തുബിയിലുള്ളത്, അങ്ങനെയാണ് റാസിയിലുള്ളത് എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ ആളുകൾ എന്നാ പിന്നെ മുണ്ടണ്ടെന്ന് വിചാരിക്കും. അപ്പോഴാണ് നന്നായി മുണ്ടേണ്ടത്, അപ്പോഴാണ് കൂടുതൽ തെളിവാകുന്നത്. എന്താ അപ്പൊ പറഞ്ഞത്? സവാഅം മഹ്യാഹും വമമാതുഹും, മുഅ്മിനീങ്ങളുടെയും കാഫിറിന്റെയും ജീവിതവും മരണവും സമമാണ് എന്ന് പറയുമ്പോ ഒന്നുകൂടി ഒരു മഅനയും കൂടിയെന്നേ ഉള്ളൂ. മുഅ്മിനിന് ജീവിതത്തിൽ എന്തെല്ലാം അന്തസ്സും ബഹുമാനവും അള്ളാന്റെ അടുത്തുണ്ടോ അത് മുഴുവനും മരണശേഷമുണ്ട്. കാഫിറിന് എന്തെല്ലാം ലഅനത്തും എന്തെല്ലാം അദാബും എന്തെല്ലാം വെറുപ്പും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടോ അത് മുഴുവനും അതിന്റെ 10 മടങ്ങ് ശക്തിയായി മരണശേഷമുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ലഅനത്തിൽ ജീവിച്ചവർക്ക് മരണശേഷവും ലഅനത്ത്, അള്ളാഹുവിന്റെ വെറുപ്പിൽ ജീവിച്ചവർക്ക് മരണശേഷവും വെറുപ്പ്. ഒരിക്കലും അത് മാറില്ല. ചില ആളുകൾ വിചാരിച്ചു ദുന്യാവിൽ ഇങ്ങനെ കണ്ടു പോയാലും അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പുറത്തു കിട്ടും എന്ന് കാഫിരീങ്ങൾ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കണ്ട. അവർ ദുനിയാവിൽ എന്തെല്ലാം ലഅനത്തിലായി ജീവിച്ചവർക്ക് മരണശേഷവും ലഅനത്ത് തന്നെ ഉണ്ടാവുകയുള്ളൂ, അവർക്ക് അതിൽ നിന്ന് മോചനമില്ല ഒരിക്കലും എന്ന്. അതേ സമയത്ത് മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ മഹബ്ബത്തിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്തിലും പ്രത്യേകമായ റിദ്വാനിലും ആണെങ്കിൽ അതേ ദറജയിൽ ആഖിറത്തിലും നിലനിൽക്കുന്നു. അപ്പോ മുഅ്മിന് പല ദറജകളിലായിരിക്കും. ആ ഏത് ദറജയിലാണ് മരിക്കുന്ന സമയത്ത് എത്തി നിൽക്കുന്നത് വെച്ചാൽ ആ ദറജയിൽ ആഖിറത്തിലും നിലനിൽക്കുന്നു. അതിൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ദുനിയാവിൽ കറാമത്ത് വെളിവാകുന്ന അവസ്ഥയിലാണെങ്കിൽ ആഖിറത്തിലും ആ അവസ്ഥയിലാണ്. ദുനിയാവിൽ കൈകാലുകൾ മാത്രം നൂറാനിയായിട്ടാണെങ്കിൽ ആഖിറത്തിലും ആ അവസ്ഥയിലാണ്. ദുനിയാവിൽ ശരീരമാസകലം നൂറാനിയായിട്ടാണെങ്കിൽ ആഖിറത്തിലും അതേ അവസ്ഥയിൽ തന്നെയാകുന്നു, ഒരു വ്യത്യാസവുമില്ല. والمعنى أم حسبوا أن نجعلهم كائنين مثلهم أم حسبوا أن نجعلهم كائنين مثلهم നോക്ക് والمعنى أم حسبوا ഞാൻ ഇവിടെ എന്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഇബാറത്തുകൾ നോട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നത്. ഇതിൽ ഇടക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബെല്ലടിക്കണേ. അധികം എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തുറന്നു നോക്കുള്ളൂ ഞാൻ ക്ലാസ് റൂം. കാരണം കിതാബ് ഉദ്ധരണികൾ വായിക്കേണ്ടത് കൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. والمعنى أم حسبوا أن نجعلهم كائنين مثلهم حال كون الكل مستويا محياهم ومماتهم حال كون الكل مستويا محياهم ومماتهم. മനസ്സിലാകുന്നുണ്ടോ? അവര് വിചാരിക്കുന്നു ഈ സത്യനിഷേധികൾ അവരെ ആക്കുമെന്ന്, ഇവരെ പോലെ ആക്കുമെന്ന്. എന്താണ്? അവര് ഓരോരുത്തരും ഇവരെ പോലെ ആക്കുമെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരും അവരുടെ ജീവിതവും മരണവും സമമായ അവസ്ഥയിലാണ് താനും. ഓരോരുത്തരും, അതായത് ഇവിടെ പറയുന്നത് കാഫിരീങ്ങൾ അവരെ നാം മുഅ്മിനീങ്ങളെ പോലെ ആക്കുമെന്ന് വിചാരിക്കുന്നുവോ? അങ്ങനെ വിചാരിക്കണ്ട. ഓരോരുത്തരും അവരുടെ ജീവിതവും മരണവും സമമാകുന്നു എന്ന്. കല്ല, അങ്ങനെ വിചാരിക്കണ്ട. ലാ യസ്തവൂന ഫീ ഷൈഇൻ മിൻഹുമാ. ഈ മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും അവരുടെ ജീവിത മരണ വിഷയങ്ങളിൽ ഒരു വിഷയത്തിലും സമമല്ല. ഫഇന്ന ഹൗലായി ഈ കൂട്ടര് അഥവാ മുഅ്മിനീങ്ങൾ ഫി ഇസ്സിൽ ഈമാനി വത്വാഅതി വശറഫിഹിമാ ഫിൽ മഹ്യാ വഫി റഹ്മത്തില്ലാഹി തആല വറിദ്വാനിഹി ഫിൽ മമാത് وأولئك في ذل الكفر والمعاصي وهوانهما في المحيا وفي لعنة الله والعذاب الخالد في الممات شتان بينهما. രണ്ടിന്റെ ഇടയിൽ വളരെ വ്യത്യാസമുണ്ട്. മുഅ്മിനീങ്ങൾ ജീവിതത്തിൽ അവർ ഈമാനിന്റെ ഇസ്സത്തിലും താഅത്തിന്റെ ശറഫിലും കറാമത്തിലും ഒക്കെ ആയിരുന്നെങ്കിൽ ആഖിറത്തിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിലും റിദ്വാനിലും ആ അവസ്ഥയിലും തന്നെ സമമായി അവർ നിലനിൽക്കുന്നു. അതേ സമയത്ത് കാഫിരീങ്ങൾ ദുനിയാവിൽ കുഫറിന്റെ ദുല്ലിൽ, അള്ളാഹുവിന്റെ ഒളബിന്റെ ലഅനത്തിന്റെ ദുല്ലിലായിരുന്നുവെങ്കിൽ ആഖിറത്തിലും അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുള്ളൂ. അവര് എന്താവില്ല, അവര് മരിച്ചതിന് ശേഷം അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തും, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളെ മാതിരി ആകും എന്നവര് പറഞ്ഞിരുന്നു. അങ്ങനെ ആവില്ല. ഇവരുടെ ജീവിതവും മരണവും സമമാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സമമാണ്, മരണവും സമമാണ്. ജീവിതത്തിൽ അങ്ങനെ ആഖിറത്തിൽ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പൊ രണ്ടർത്ഥം വെച്ചാലും രണ്ടും പ്രധാനപ്പെട്ട തഫ്സീറുകളാണ്, രണ്ടും തള്ളാൻ പറ്റാത്തതാണ്. രണ്ടു വെച്ചാലും നമ്മുടെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. പിന്നെ മൂന്നാമത്തൊരു തഫ്സീർ, ഇതിനെതിരല്ലാത്തൊരു തഫ്സീർ, ഹും എന്ന ലമീർ പിന്നെ
അത് കാഫിരീങ്ങളിലേക്കാണ്, ഈ തെറ്റുകൾ ചെയ്ത ആളുകളിലേക്കാണ്. അവര് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവരുടെ ജീവിതവും മരണവും സമാണ്, എന്നാണ് അവർ ചത്തോരെ പോലെയാണ്, അവരുടെ ജീവിതത്തെ മരണത്തോട് തുല്യപ്പെടുത്തലാണ് അവിടെ ഉള്ളത് എന്നൊരു തഫ്സീറുണ്ട്. അത് വേറൊരു അർത്ഥത്തിലേക്കാണ് പോകുന്നത്. അതും ശരി തന്നെ എന്ന് പറഞ്ഞാൽ ആ അർത്ഥം വെച്ചാൽ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ഈ വിഷയത്തിന് തെളിവാകുന്നില്ല എന്ന് മാത്രം. മറ്റേ രണ്ടർത്ഥത്തിലും ഈ വിഷയത്തിന് തെളിവാണ്. പ്രധാനപ്പെട്ട രണ്ട് തഫ്സീറുകൾ അതാണ് താനും. എന്നാൽ ഈ മൂന്നും ശരിയായ തഫ്സീർ തന്നെയാണ്. മൂന്നും എന്തല്ല, ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യമുള്ളതല്ല, ഒക്കെ ഒന്നൊന്നിനെ ശരിപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോ ഈ വ്യാഖ്യാനം മനസ്സിലായോ? അതായത് ഈ വേണ്ടാവൃത്തികൾ ചെയ്ത ആളുകൾ വിചാരിക്കുന്നുവോ അവരെ മോമിനിങ്ങളെ പോലെ ആക്കുമെന്ന് വിചാരിക്കുന്നുവോ? അങ്ങനെ വിചാരിക്കേണ്ട. സവാഅം മഹ്യാഹും വമമാതും, ഈ തെണ്ടിത്തരം ചെയ്യുന്ന തെമ്മാടികളുടെ ജീവിതവും മരണവും സമ. അവര് ജീവിച്ചിട്ട് എന്താ കാര്യം? അവർക്ക് നന്മ ഉൾക്കൊള്ളാൻ കഴിയില്ല, നന്മ കേൾക്കാൻ കഴിയില്ല, നന്മ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അവരുടെ ജീവിതവും മരണവും സമാണ്, ചത്തോരെ പോലെയാണ് അവർ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ആ അർത്ഥത്തിലേക്കാണ് സൂചന എന്ന് മൂന്നാമത്തെ ഒരു തഫ്സീറുണ്ട്. അതും ശരി തന്നെയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട തെളിവാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതിന് ഉപോത്ഫലകമായി ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് അമ്പിയാക്കളെ സംബന്ധിച്ച്, ശുഹദായിനെ സംബന്ധിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തൊട്ട് വന്ന റിപ്പോർട്ടിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അംബിയാഉ അഹ്യാഉൻ ഫീ ഖുബൂരിഹിം യുസല്ലൂൻ. അൽ അംബിയാഉ, അംബിയാക്കൾ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുകയാണ്, അവര് ദുആ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിക്കുന്നത് കണ്ടു എന്ന് മുസ്ലിമിന്റെ ഹദീസിലുണ്ടല്ലോ, നിസ്കരിക്കുന്നത് കണ്ടു എന്ന് മുസ്ലിമിന്റെ ഹദീസിലുണ്ട്. നമ്മൾ പറഞ്ഞു ആ നൂറാനി, പൂർണ്ണമായി നൂറാനിയായ ആളുകൾക്ക് പൂർണ്ണമായി അതിന്റെ ആ കഴിവുണ്ടാകും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവർ ആലിമുൽ ഇൽമുമായി, ആ അഭൗതിക ലോകവുമായി സംവദിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവും എന്ന് പറഞ്ഞു. അത് മരണശേഷം നിലനിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മേറാജിന്റെ അന്ന് മൂസാ നബിയെ ഇവിടെ കാണുന്നു, അപ്പൊ തന്നെ അവിടെയും കാണുന്നു. അതൊക്കെ ആ ലോകത്തേക്ക് കടന്നാൽ പിന്നെ അതൊന്നും ഒരു വിഷയമല്ല, അതൊന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല. അതിനെ നമ്മുടെ ഭൗതിക ലോകത്തെ, ഈ ഭൗതിക ശരീരത്തോട് ഇങ്ങനെ തുലനം ചെയ്തിട്ട് അതിനെ നമ്മുടെ അവസ്ഥയോട് തുലനം ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് അതിലൊക്കെ വലിയ അത്ഭുതം നമുക്ക് തോന്നുന്നത്. അത് നേരത്തെ പറഞ്ഞ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഷൗഖാനിയുടെ കിതാബിന്റെ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചല്ലോ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് കൊടുത്ത കറാമത്തുകളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് അവിശ്വസനീയത അനുഭവപ്പെടുന്നു. അതിപ്പോ ഏതുപോലെയുള്ളോന്നറിയോ? ചില ബഖീലന്മാർക്ക്, ചില വിരലെക്കുന്ന ആളുകളുണ്ടല്ലോ, 5 പൈസ കൊടുക്കാത്ത ആളുകൾ, 5 പൈസ കൊടുക്കാത്ത ആളുകൾ ഉണ്ടാവും. അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അങ്ങനത്തെ ആളുകൾ, ഒരാള് മരിക്കുമ്പോ വസിയത്ത് ചെയ്തൊരു കഥ കണ്ട് പറയണ കേട്ടിട്ടുണ്ട്. അതായത് വലിയ ബഖീല 5 കാശ് ഉപയോഗപ്പെടുത്തില്ല, കൊടുക്കാൻ തയ്യാറല്ല, ചെലവാക്കാൻ തയ്യാറല്ല. അങ്ങനത്തെ ഒരാള് മരിക്കണ നേരത്തെ ഒരു വസിയത്ത് മക്കൾക്ക് കൊടുത്തു. മരിക്കാനായപ്പോ അയ്യാണ്ടായ സമയത്ത് ഒരു വസിയത്ത് എഴുതി വെച്ചു, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ ഈ വസിയത്ത് വായിച്ചു നോക്കിയിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാവൂന്ന് പറഞ്ഞു. അപ്പോ വായിച്ചു നോക്കുമ്പോ എന്തായാലും ഉള്ളതെന്ന് വെച്ചാല്, എന്നെ കുളിപ്പിക്കണ്ട, ഞാൻ കുളിച്ചിട്ടാണ്, ഞാൻ മരിക്കുന്നതിന് മുന്നേ കുളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ കുളിപ്പിക്കേണ്ടതില്ല, കാരണം വെള്ളത്തിന് അത്രയും ലാഭം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ കുളിപ്പിക്കേണ്ടതില്ല, ഞാൻ കുളിച്ചിട്ടാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. ആ ജാതി ആളുകളോട് ലക്ഷങ്ങളെ കൊടുക്കുന്ന ധർമ്മം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുപോലെയാണ് ആരാ? ഷൗക്കാനി പറയാൻ, ഈ ജാതി ബഖീലന്മാരോട് ഫുലാനൊക്കെ ലക്ഷങ്ങൾ കോടികൾ ധർമ്മം ചെയ്യുന്നുണ്ടത്രേ എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ പിന്നെ ഒരു സൂറത്ത് പോലും ഹിഫ്ളാക്കാൻ കഴിയാത്ത സാധാരണ ആളുകൾ, അവർക്ക് നമ്മുടെ ഇമാമിങ്ങൾക്ക് അവർ 7ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി, പിന്നെ 10 ലക്ഷം ഹദീസൊക്കെ മനപ്പാടുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടപ്പോയത്തം പറയാണ് എന്ന് പറയും. കാരണം ഇവനക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് 2 ഉദാഹരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതിൽ പെട്ടതാണ് അതൊക്കെ. അതിൽ പെട്ടിട്ട് ആ നിലക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയാണ് ആ വിഷയങ്ങളൊക്കെ. അപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ആ ലോകത്തേക്ക് എത്തിയാൽ അങ്ങനെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ ഞാനിപ്പോൾ ഉദ്ധരിച്ച ഹദീസ് ബസാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്, അബൂ യഅല റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ഹൈസമി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് റവാഹു അബൂ യഅല ജുസ് 6 147 ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മജ്മഅലി ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ട്
പറയുന്നുണ്ട്, ജുസ് 8 പറയുന്നുണ്ട്, ഈ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, വരിജാലു അബൂ യഅല സിഖാത്തുൻ, അബൂ യഅലന്റെ റിജാലൊക്കെ സിഖാത്ത് ആകുന്നു. അബൂ യഅലന്റെ റിജാല്, അബൂ യഅല മുസ്നദില് അബൂ യഅല റിവായത്ത് ചെയ്ത അതിന്റെ റിപ്പോർട്ടർമാരൊക്കെ വിശ്വസനീയമായ ആളുകളാണ്, വിശ്വസ്തരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ പലതും കാണാം, പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ പിന്നെ ആ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ അതുപോലെ ശുഹദായിനെ സംബന്ധിച്ച് പറഞ്ഞു. ശുഹദായിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ശുഹദായിനെ സംബന്ധിച്ച് പറഞ്ഞത് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂന ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹ്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹ്. തഫ്സീർ റാസി 3 തുറന്ന തഫ്സീർ റാസി. ഈ ആയത്ത് സാധാരണ നമ്മുടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ സംബന്ധിച്ച് എന്തെന്ന് വിചാരിക്കരുത്, അവർ മരിച്ചവരാണെന്ന് വിചാരിക്കരുത്, അവർ മരിച്ചവരാണെന്ന് വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. സൂറത്തുൽ ബഖറയിലുണ്ട് ആയത്ത്. സൂറത്തുൽ ബഖറയിൽ പിന്നെ വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉ വലാകിൻ ലാ തശ്ഉറൂൻ. അവരെ സംബന്ധിച്ച് മരിച്ചവര് എന്ന് പറയരുത് എന്നാണ് അവിടെ. എന്നാൽ സൂറത്ത് ആല ഇംറാനിൽ പറയുന്നത് അങ്ങനെ നിങ്ങൾ ധരിച്ചു പോകരുത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഫളിലിൽ അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് പറയുമ്പോ ഈ ഹദീസും ഈ ആയത്തും സാധാരണ നമ്മുടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. അപ്പോ ചില ആളുകൾ അവിടെ പറയും ഇൻദ റബ്ബിഹിം എന്നാണല്ലോ പറഞ്ഞത്, ഇൻദ റബ്ബിഹിം എന്നാണല്ലോ അവിടെ പറഞ്ഞത്, അള്ളാഹിന്റെ അടുത്ത് ജീവിച്ചിരിക്കുകയാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല, നമ്മുടെ ഈ ലോകവുമായി അവർക്കൊരു ബന്ധമൊന്നുമില്ല. അപ്പൊ അവർക്ക് നമ്മൾ പറയണത് കേൾക്കുക, അങ്ങനത്തെ വിഷയങ്ങളായിട്ടൊന്നും അവർക്ക് ബന്ധമില്ല എന്ന് പിന്നെ ചില ആളുകൾ അവിടെ മറുപടി ആയിട്ട് ചിലപ്പോ ഒരു എന്തെങ്കിലും കൊണ്ട് പറഞ്ഞ് തടി സലാമത്താക്കാൻ വേണ്ടി പറയുന്നതാണത്. അവിടെ എന്ത റബ്ബിഹിം എന്ന് ഈ ആയത്തിലുണ്ടല്ലോ, അപ്പൊ മറ്റിടത്ത് ഇല്ലാത്തതിനെ അങ്ങനെ വെക്കണം. അപ്പൊ എന്ത റബ്ബിഹിം ആണ്, അത് നമുക്ക് ബാധകമുള്ള വിഷയമല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. നോക്ക് സഹോദരന്മാരെ, എത്ര ബാലിശമായ ഒരു മുഅ്മിന്, സാധാരണ മുഅ്മിന് പോലും പറയാൻ പറ്റാത്ത വിഷയമാണ് അവരാ പറയുന്നത്. എത്ര ബാലിശമാണ് അവരാ പറയുന്നത്. ഇന്ദ റബ്ബിഹിം എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് ഭൗതിക ലോകവുമായി ബന്ധമില്ല എന്നാണ് അതിന്റെ അർത്ഥമെങ്കിൽ മലക്കുകൾക്കും ഈ ഭൗതിക ലോകമായി യാതൊരു ബന്ധമില്ല എന്ന് പറയേണ്ടി വരില്ലേ? നമുക്കൊന്ന് ആലോചിച്ചിട്ട് വേണ്ടേ? ഇന്നല്ലദീന ഇൻദ റബ്ബിഹിം എന്നല്ലേ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞത്. മലക്കുകൾ മുഴുവനും അള്ളാഹുവിന്റെ എന്തിലുള്ളവരാണ്, അള്ളാഹുവിന്റെ എന്തിയത്ത് കിട്ടിയവരാണ്. അവരൊക്കെ എന്തിയത്തിൽ ജീവിക്കുന്നവരാണ്. അവരല്ലേ വന്ന് റൂഹ് പിടിക്കുന്നത്, അവരല്ലേ മഴ തരുന്നത്, മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവര് അവരല്ലേ. ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മുദബ്ബിറാത്തുൽ അംറിലെ വലിയൊരു വിഭാഗം അവരല്ലേ. പിന്നെ എങ്ങനെ അവർക്ക് ഇവിടെ യോഗമായിട്ട് ബന്ധമില്ല എന്ന് പറയണത്? ഏത് ദീനാ അവരൊക്കെ പഠിച്ചത്? ഖുർആനിനെ എങ്ങനെ ഇട്ടിട്ട് തട്ടിക്കളിക്കുക എന്നല്ലേ ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ നമ്മൾ വെറുതെ പറയല്ല. ബഹുമാനപ്പെട്ട മലക്കുകൾ അവരാണ് മുദബ്ബിറാത്തുൽ അംർ, അതിലെ പ്രധാനികൾ അവരാണ് എന്നർത്ഥം. ആ മുദബ്ബിറാത്തുൽ അംർ, ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അവരെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു ഇന്നല്ലദീന ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ എന്തിയത്തുള്ള ആളുകൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായ സാമീപ്യത്തിൽ എപ്പോഴും കഴിഞ്ഞുകൂടുന്ന ആ മഹത്തുക്കളായ മലക്കുകൾ ലാ യസ്തക്ബിറൂൻ, അവർക്ക് കിബിറില്ല എന്ന. അപ്പൊ പിന്നെ ആ എന്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഒന്നുകൂടി പവർ കൂടുക ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ സാമീപ്യം കൂടിയുള്ളവരാണ് അവര്.
അള്ളാന്റെ പ്രത്യേകമായ സാമീപ്യം കിട്ടിയ ആളുകൾക്ക് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹത്തെയും കറാമത്തിനെയും നിന്റെ കണ്ണുകൊണ്ട് വിലയിരുത്താൻ കാണാൻ സാധ്യമല്ല. നിന്റെ ചിന്ത കൊണ്ട് വിലയിരുത്താൻ പറ്റുന്ന വിഷയമല്ല സഹോദരന്മാരെ. അത് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങള് ഈ ആയത്തെടുത്തിട്ട് എന്നിട്ട് പറഞ്ഞിട്ട് ആ ഇന്ത പറഞ്ഞതിന്റെ പൊരുളുകളുണ്ട് മനസ്സിലാക്കുമ്പോ എന്തൊക്കെ ആയിപ്പോകുന്നു, അതൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റിയ വിഷയമല്ല എന്ന് പോലും പറഞ്ഞിട്ട് മൂപ്പരണ്ട് അവസാനിപ്പിക്കുക ചെയ്തത്. മനസ്സിലായോ? ആ ഇന്ത എന്ന് മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞ അതേ ഇന്ത, ആ ഇന്ദിയത്ത് ഈ മഹാന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അതിന്റെ പിന്നിലുള്ള വിശാലമായ ബഹുമാനവും ആദരവും പറഞ്ഞറിയിക്കാൻ പറ്റിയ വിഷയമല്ല, അത്ര വലുതാകുന്നു എന്നാണ് ആര് പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാമുൻ റാസി തങ്ങള് തന്റെ തഫ്സീറിൽ ആല ഇമ്രാന്റെ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതുകൊണ്ട് അവർക്ക് വലിയ സ്ഥാനമുണ്ട്. മരണശേഷം മൊത്തത്തിൽ എല്ലാവരും കേൾക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകമായ കഴിവുകൾ ആ ഭൗതിക ലോകത്ത് അള്ളാഹു അവരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളതിനനുസരിച്ച് അവിടെയും കൊടുക്കുന്നു. ആ സ്ഥാനമാനങ്ങൾ അവിടെ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തതും അതും ഒരുപോലെ എന്നല്ല. ഇവിടെ ഏതൊരു ദറജയിലാണോ അവൻ എത്തിയിട്ടുള്ളത് ആ ദറജയിൽ അവിടെ കിട്ടാവുന്നതൊക്കെ അവന് കിട്ടും. അത് ചില ആളുകൾ മഖാമുൽ റിളയിലായിക്കൊണ്ട് മരിച്ചുപോയാൽ ആ കൂട്ടത്തിൽപ്പെട്ട അവിടെ കിട്ടുന്നതൊക്കെ കിട്ടും. ചിലർ അതിലും ഉയർന്ന മഖാമുൽ മഹബ്ബത്തിൽ മരിച്ചുപോയാൽ അതിൽ കിട്ടുന്നതൊക്കെ കിട്ടും. വലഫ്ളു ഇൻദ വകമാ അന്നഹു മദ്കൂറുൻ ഹാഹുന, ഞാനതിങ്ങനെ നോക്കിയിരുന്നു. കദാ ഫീ സിഫത്തിൽ മലായികത്തി മദ്കൂറുൻ വഹുവ ഖൗലുഹു വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതി, സൂറത്തുൽ അംബിയാ 19. ഫഇദാ ഫഹിംത സആദതൽ ഹാസിലത ലിൽ മലായികത്തി ബികൗനിഹിം ഇൻദല്ലാഹ്, ആ മലക്കുകൾ അള്ളാന്റെ ഇന്ദിയത്തുള്ളവരാണെന്നതിൽ നിന്ന് അതിന്റെ പൊരുള് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഫഹിംത സആദതൽ ഹാസിലത ലിശ്ശുഹദാഇ ബികൗനിഹിം ഇൻദല്ലാഹ്, ശുഹദാക്കൾക്ക് അള്ളാഹുവിന്റെ ഇന്ദിയത്ത് കിട്ടും എന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പൊരുളൊക്കെ അപ്പം നിനക്കണ്ട് മനസ്സിലായിക്കോളും. വഹാദിഹി കലിമാതുൻ തഫ്തഹു അലൽ അഖ്ലി അബ്വാബ മആരിഫിൽ ആഖിറah, ഇത് മനുഷ്യന്മാർക്ക്, ബുദ്ധിയുള്ളവർക്ക്, തന്റെ ഇടമുള്ളവർക്ക് ആ ആഖിറത്തിന്റെ ഇൽമിന്റെ രഹസ്യങ്ങൾ ഇങ്ങോട്ട് തുറന്നു തരുന്ന വല്ലാത്തൊരു വാക്കായി പോയിട്ടുണ്ട് അത്. മലക്കുകൾക്ക് ഇന്ദിയത്തുണ്ടെങ്കിൽ അതേ ഇന്ദിയത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുണ്ട്, അള്ളാഹുവിന്റെ ശുഹദായിനുണ്ട്. ശുഹദായിന്റെ മേലെ നിൽക്കുന്നവരാണ് സിദ്ദീഖീങ്ങള്, സിദ്ദീഖീങ്ങളിൽ മേലെ നിൽക്കുന്നവരാണ് അള്ളാഹിന്റെ അംബിയാക്കൾ. കണ്ടോ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ശുഹദായിനുണ്ട് ഇന്ദിയത്ത്, മലക്കുകൾക്കുള്ള ഇന്ദിയത്ത്. അവരിവിടെ പാറിപ്പറക്കുന്നു, അവര് ഒരേ സമയത്ത് പല സ്ഥലത്തും അവർ പ്രവർത്തിക്കുന്നു. ആ ഇന്ദിയത്തുള്ള മഹത്തുക്കൾ അതേ ഇന്ദിയത്ത് അല്ലാഹുവിന്റെ ശുഹദാക്കൾക്കുണ്ട്. ആ ദറജയിൽ, ആഖിറത്തിലെ ദറജകളിൽ ശുഹദാഇന്റെ മുന്നിലാണ് സിദ്ദീഖീങ്ങൾ, സിദ്ദീഖീങ്ങളുടെ നേതാക്കളാണ് അല്ലാഹുവിന്റെ അംബിയാക്കൾ, അംബിയാക്കളുടെ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കലാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഏകദേശം നമ്മുടെ, അതായത് ഈ മരിച്ചവരായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, തബറുക്ക് ചെയ്യാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല, ഒന്നും പാടില്ല, എന്താ പാടില്ലെന്ന് വെച്ചാൽ അതും അറിയണില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അപ്പൊ നമ്മളുള്ളത്. അപ്പൊ അങ്ങനത്തെ ആളുകൾ അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ അത് ഓരോന്നായി ഒടിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഒന്ന് ഭൗതിക കാരണം, അഭൗതിക കാരണം എന്നൊരു വ്യത്യാസപ്പെടുത്തൽ, അത് നമ്മൾ അങ്ങനെ ഒരു വ്യത്യാസമില്ല, അത് നമ്മൾ തെളിയിച്ചു. അതുപോലെ തന്നെ സഹായിക്കുക എന്നത്, സഹായിക്കേണ്ടത് മനുഷ്യന്മാർ തമ്മിൽ സഹായിക്കേണ്ടത് അവരവരുടെ കഴിവനുസരിച്ചാണെന്നും ആ കഴിവുകൾ ഏറ്റ വ്യത്യാസം ഉണ്ടാകും. ഭൗതിക കഴിവും അഭൗതിക കഴിവിലും ഏറ്റ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരും ഉള്ള കഴിവിനനുസരിച്ച് സഹായിക്കുക എന്നും നമ്മൾ മനസ്സിലാക്കി. അതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ആ കഴിവ് മരണശേഷം നിലനിൽക്കുമോ ഇല്ലയോ, അത് ഇല്ല എന്ന് അവർ വിവരിക്കുന്നു. അത് നമ്മൾ വിവരിച്ചു, അത് നിലനിൽക്കും എന്നും വിവരിച്ചു. ഇനി പ്രധാനമായി ഒന്ന് ശേഷിക്കുന്നത് ഇൻഷാ അല്ലാഹ്, അത് നാളെ നമുക്ക് സംസാരിക്കാനുള്ള തൗഫീഖ് ചെയ്തെങ്കിൽ ഇതിൽ നിന്ന് മൊത്തത്തിൽ ഇതൊന്നും ശിർക്കും എന്താണ്, ഇബാദത്ത് എന്താണ് എന്ന കാര്യങ്ങളും ഏറെക്കുറെ നമ്മൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈന്റെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ വിവരിച്ചു. അപ്പോൾ ഇതൊന്നും അതിന്റെ പരിധിയിൽ പെടില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഉള്ളത് ഇത്തരം ഒരു ധാരണ
ഇത്തരം ഒരു ധാരണ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതേപോലെ വിശ്വസിച്ച ആളുകളായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെന്നും, അതുകൊണ്ട് ആ മക്ക മുശ്രിക്കീങ്ങളുടെ അതേ ആശയമാണ് നമ്മുടേത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആശയം ഇപ്പൊ നമ്മൾ വിവരിച്ചിട്ടോ. ഇനി പറയാനുള്ളത് അതൊന്നല്ല, ആ മക്ക മുശ്രിക്കീങ്ങളും ഇങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ആ ആശയമാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത്. അതുകൊണ്ട് മക്ക മുശ്രിക്കീങ്ങളിലും അവർക്കും അള്ളാഹുൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിശ്വാസം പുലർത്തുന്ന നിങ്ങൾക്കും ആ മക്ക മുശ്രിക്കീങ്ങളുടെ പേരിൽ ഇറങ്ങിയ ആയത്തുകളൊക്കെ നിങ്ങൾക്കും ബാധകമാകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാഫിറാക്കാറുണ്ട്. ആ ആയത്തുകളൊക്കെ നമ്മുടെ മേൽ കെട്ടിവെക്കാറുണ്ട്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അള്ളാഹ് നാളെ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വിവരിക്കാം. മക്ക മുശ്രിക്കീങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് ഖണ്ഡിതമായി ഇൻഷാ അള്ളാഹ് നാളെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടെ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പിൻപറ്റുവാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിനെ വെടിയുവാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായി ഇതുവരെ നടന്ന ക്ലാസ്സുകളിൽ ഉള്ള വിഷയങ്ങൾ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പിന്നെ മൊത്തത്തിൽ ഇനി വരാനിരിക്കുന്ന ഒരു വിഷയം, അതായത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആയത്തുമായി ബന്ധപ്പെട്ടത് നാളെ ക്ലാസ്സിൽ പറയും. അതിന്റെ ശേഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുള്ളൂ. ബാക്കിയുള്ള ഇതുവരെ നടന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ടത് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുവേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. കാര്യമായി ആരും ഒന്നും പ്രസ് ഹാൻഡ് ചെയ്യുന്നത് കാണുന്നില്ല. ഇനി ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വരെ കൂടുതൽ മൊത്തത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ അവസരം നൽകാൻ മുന്നേ പറഞ്ഞ പോലെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തകർ, ഈ സംശയം വെറുതെ തർക്കിക്കാൻ നടക്കുന്നവരെ നമ്മൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. സംശയം തീർക്കണം എന്നുദ്ദേശിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പരമാവധി നമ്മൾ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രവർത്തകർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ക്ലാസ്സുകൾ സാധിക്കുമെങ്കിൽ പിന്നെ നാളത്തെ ക്ലാസ്സോടുകൂടെ ഇതുമായി ബന്ധപ്പെട്ടത് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇയ്യാക നഅ്ബുദുമായി ബന്ധപ്പെട്ട ക്ലാസ് ആവർത്തിച്ച് കേൾക്കാൻ ശ്രമിക്കുക. സ്വകാര്യമായോ അല്ലെങ്കിൽ പിന്നെ പലരും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവോ അല്ലോ, അല്ലാതെയൊക്കെ ആയിട്ട് കേട്ടിട്ട് നാളത്തെ ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എല്ലാം കൂടി ചോദിച്ച് അതിനൊക്കെ മറുപടി പറയാൻ പ്രാപ്തനാണെന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. ഇൻഷാ അള്ളാഹ് നമുക്ക് ശ്രമിക്കാം. അറിയാത്തത് വീണ്ടും പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും അതിനെ സംബന്ധിച്ച് നമുക്ക് വിശകലനം ചെയ്യാം. അതുകൊണ്ടും നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും, നിങ്ങളൊക്കെ പ്രവർത്തകരായതുകൊണ്ട് പ്രത്യേകിച്ചും എന്ത് വേണം, അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഏതെങ്കിലും 1-2 ആയത്ത് പഠിച്ചിട്ട് ഓരോ റൂമിലും ഓരോ മൂട്ടുണ്ടായാൽ പിന്നെ അത് പരക്കും. അതുകൊണ്ട് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യ കാര്യങ്ങൾ ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാക്കിയാൽ അതിന് മറുപടി പറയാനുള്ള ഒരു മരുന്ന് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രവർത്തകരൊക്കെ കാര്യമായി ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കി അതിനെ പിൻപറ്റുവാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിനെ വെടിയുവാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഭാര്യ സന്താനങ്ങളെയും സഹോദര സഹോദരിമാരെയും സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ഒരു പദ്ധതി, ഈ ഒരു പരിപാടിക്ക് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, അതിനുവേണ്ടി പ്രത്യേകിച്ച് നാട്ടിൽ പ്രവർത്തിക്കുന്നവരെയും എല്ലാവരെയും പടച്ച റബ്ബേ നീ സ്നേഹിക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്നേഹം ലഭിക്കുന്നവരിൽ, നിന്റെ പൊരുത്തം ലഭിക്കുന്നവരിൽ, നിന്റെ ഹുബ്ബ് ലഭിക്കുന്നവരിൽ, നിന്റെ അഹ്ബാബിന്റെ ഹുബ്ബ് ലഭിക്കുന്നവരിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും, ഞങ്ങളുടെയും അവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ അകറ്റിത്തരണേ തമ്പുരാനെ. കടങ്ങളെ വീട്ടിത്തരണേ തമ്പുരാനെ. രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. എല്ലാവിധ ഷെറുകളും നീ ഒഴിവാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, ജോലികളിൽ ബുദ്ധിമുട്ടുള്ള, ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരും ഞങ്ങളുടെ ഈ പ്രവർത്തകരിലുണ്ട്. അവർക്ക് ലായിക്കായ ജോലി നൽകണേ തമ്പുരാനെ. ജോലിയുള്ളവർക്ക് ഉള്ള ജോലികളിൽ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ.
അർഹമുർ-റഹീമായ റബ്ബെ, ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ സിഹത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണ തമ്പുരാനെ. നിന്റെ താഴത്തിലും മറുലാത്തിലുമായും കൊണ്ട് ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണ റഹ്മാനെ. നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ സന്തോഷത്തോടുകൂടെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.